അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അത്ഫുൻ നസഖിനെ സംബന്ധിച്ചാണ്. വറാബിഉ നാലാമത്തത് മിനത് തവാബിഅ, താബിഉകളിൽ നിന്ന് നാലാമത്തത് അത്ഫുൻ നസഖാകുന്നു. വഹുവ, ഈ അത്ഫുൻ നസഖ് എന്ന് പറഞ്ഞാൽ അത് താബിഉൻ, ഒരു താബിആണ്. യതവസ്സതു, മധ്യത്തിലായി വരും. ബൈനഹു, ആ താബിഇന്റെ ഇടയിലും, വബൈന മത്ബൂഇഹി, ആ താബിഇന്റെ മത്ബൂന്റെ ഇടയിലുമായി മധ്യത്തിലായി വരും. അഹദുൽ ഹുറൂഫി തിസ്അത്തില്ലാത്തിയ, വരുന്ന 9 ഹർഫുകളിൽ നിന്ന് ഒന്ന്. അപ്പോൾ പറയാൻ പോകുന്നതിന് വരുന്നുണ്ട് 9 ഹർഫ്. ആ 9 വരുന്ന 9 ഹർഫുകളിൽ നിന്ന് ഒരു ഹർഫ് താബിഅ മത്ബൂന്റെ ഇടയിൽ ഉണ്ടാവും എന്നർത്ഥം. ഇനി ആ 9 എണ്ണത്തിൽ സിത്തത്തും മിൻഹ, ആ 9 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം തഖ്തദി തശ്രീക, കൂറാകലിനെ, പങ്കുചേരലിനെ തേടുന്നുണ്ട്. ഫിൽ ലഫ്ദി വൽ മഅന, അർത്ഥത്തിലും ലഫ്ദിലും. അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ ഹുക്മിൽ, ലഫ്ദിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇഅറാബിൽ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജാഅ സൈദുൻ വ അംർ എന്ന് പറഞ്ഞാൽ മഅനയിൽ, അഥവാ മജി എന്ന വരിക എന്ന ഹുക്മിൽ സെയ്ദും അമ്രും പങ്കാളിയായിട്ടുണ്ട്, രണ്ടാളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അറാബിലും രണ്ടാളും പങ്കായി, സെയ്ദുൻ വ അമ്രുൻ മർഫുവാണ്. വഹിയ, ഏതൊക്കെയാണ് ഈ മഅനയിലും ലഫ്ദിലും കൂറാകുന്ന ഹർഫുകൾ നോക്കുക. അൽ വഹിയ അൽ വാവു, വാവാണ്. വൽ ഫാഉ, ഫാണ്. വ സുമ്മ വ ഹത്ത വ ഔ വ അം, ഇവകളാണ്. ഇങ്ങനെ 6 എണ്ണമാണ്. ഇതിനോരോന്നിനെ കുറിച്ചും വരുന്നുണ്ട്. പിന്നെ വസലാസത്തു മിൻഹ, ആ 9 എണ്ണത്തിൽ ഇനി 3 എണ്ണം ഉണ്ടല്ലോ, അത് തഖ്തദി തശ്രീക ഫിൽ ലഫ്ദി ഫഖത്ത്, അത് ലഫ്ദിലുള്ള കൂറാകലിനെ മാത്രമേ തേടും. തഖ്തദി, അത് തേടും 3 എണ്ണം 9 എണ്ണത്തിൽ നിന്ന് തശ്രീക, കൂറാകലിനെ, ഫിൽ ലഫ്ദിൽ ഫഖത്ത്, അത്രമാത്രം. മഅനയിൽ ഉണ്ടാവില്ല. മഅനയിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും, മനസ്സിലാവും, നമ്മൾ പറയും. അതേതൊക്കെ വഹിയ ബൽ വലാക്കിൻ വല, ഇവകളാണ്. അപ്പം ലാക്കിൻ, അതിനൊക്കെ നിബന്ധനകൾ പറയും. അപ്പോൾ ലാക്കിൻ എന്ന് പറയുമ്പോൾ എന്താ, മാക്കബിലുള്ള ഹുക്കുമിനെ, ലാക്കിൻ്റെ മുമ്പുള്ളതിൻ്റെ ആ മാനയെ അവിടെ സ്ഥിരപ്പെടുത്തും. പക്ഷെ അതിൻ്റെ നേരെ എതിരി കൊണ്ടുവന്നാണ് ഇപ്പം അടുത്തതിന് കൊടുക്കുക. അത് ഇൻഷാ അല്ലാഹ് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, എന്താ, ലാ തദ്രിബ് സെയ്ദൻ, സെയ്ദിനെ ഇങ്ങനെ അടിക്കരുത്. ലാക്കിൻ അംറൻ, പക്ഷെ അംറനെ ഇങ്ങനെ അടിച്ചോന്നാ. അപ്പം എന്താ സംഭവിച്ചത്, ഈ ലാക്കിൻ്റെ മുമ്പുള്ള ലാ തദ്രിബ് സെയ്ദൻ അതവിടെ സ്ഥിരപ്പെടുത്തുക, ഇനി സെയ്ദിനെ അടിക്കരുത്, അതവിടെ എന്ത് ചെയ്തു, തഖ്രീർ ചെയ്തു ആ ഹുക്കുമിനെ. പക്ഷെ അതിൻ്റെ നേരെതിരി, നീ അടിക്കരുത് എന്നതിൻ്റെ നേരെതിരില്ല, നീ അടിക്കണം, അത് ഇതിനെന്ത് കൊണ്ടുവന്നു, ശേഷമുള്ളതിന് സ്ഥിരപ്പെടുത്തി. അതാണ് അതിൻ്റെ നഖീദ്, നേരെ എതിരിപ്പുറത്തിന് സ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞത്. അപ്പോൾ മാനൊന്നല്ലല്ലോ, സെയ്ദിനെ അടിക്കണം, അല്ല, ലാ തദ്രിബ് സെയ്ദൻ, സെയ്ദിനെ അടിക്കരുത്. ലാക്കിൻ അമ്രൻ, പക്ഷെ അമ്രനെ അടിച്ചോ എന്നാ. അപ്പോൾ മാന വ്യത്യാസമുണ്ട്, പിടിട്ടോ. അതാണ് മാനയിൽ കൂറാവൂല, ലഫ്ദിലെ കൂറാകൂ. ലഫ്ദിൽ കൂറാകും സെയ്ദൻ അമ്രൻ, ഇറാബ് ഉണ്ടാവും, മഅ്തൂഫ് അലൈഹി ആയിട്ട്. എൻ്റെ നിബന്ധനകളൊക്കെ വരും ഇൻഷാ അല്ലാഹ്, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞല്ലോ, നോക്കുക. ഇനി അമ്മൽ ആത്തുഫ്, എന്നാൽ ആത്തുഫ് ഓരോന്നും തുടങ്ങുകയാണ്, ഓരോന്നിനെ കുറിച്ചും പറയാം. അമ്മൽ ആത്തുഫു ബിൽ വാവി, എന്നാൽ വാവ് കൊണ്ടുള്ള ആത്തുഫ്, അത് ഫയക്കൂനു ലി മുത്ലഖിൽ ജംഇ എന്ന് പറഞ്ഞാൽ ലി ജംഇൽ മുത്ലഖി, നിരുപാധികം ജംഇ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാവ് വരിക. അഥവാ പ്രത്യേകം തർത്തീബൊന്നുമില്ല, അത് 3 കാര്യങ്ങൾ വഹിക്കും. പിന്നെ വല്ല സാഹചര്യ തെളിവുകൾ ഉണ്ടാകുമ്പം ഇന്നതാണ് നമുക്ക് നിർണ്ണയിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ താഴെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം മുത്ലഖുൽ ജംഇലാണ്, നിരുപാധികം കൂട്ടിച്ചേർക്കുക എന്നുള്ളതിന് വേണ്ടിയാണ്. ബൈനൽ മുതആത്തിഫൈൻ എന്ന് പറഞ്ഞാൽ മഅ്തൂഫ് അലൈഹിക്കിടയിൽ നിരുപാധികം ജമ്മ് കൂട്ടുക എന്നുള്ള, ചേർക്കുക എന്നുള്ളതിന് വേണ്ടിയാണ്. ഫിൽ ഹുക്മി, ഏത് വിഷയത്തിൽ, ഹുക്മിൽ വിധിയിൽ മഅ്തൂഫ് അലൈഹിക്കിടയിൽ നിരുപാധികം ചേർക്കുക, കൂട്ടിച്ചേർക്കുക എന്നതിന് വേണ്ടിയാണ് വാവ്. ബിത്തിഫാഖ് നഹ്വിങ്ങളുടെ ഇത്തിഫാഖ് കൊണ്ട്. അപ്പോൾ നോക്കുക, ഒരു ഉദാഹരണം ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഫമാന ജാഅ സെയ്ദുൻ വ അംർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, അന്നഹുമാ, തീർച്ചയായും അവർ 2 പേർ, ഈ സെയ്ദും അംറും, ഇസ്തറക്ക, അവർ രണ്ടാളും പങ്കാളിയായിട്ടുണ്ട്. ഫിൽ മജീഇ, അതാണ് ഹുക്കും. അതാണ് ഹുക്കുമിൽ എന്താവുക, ഹുക്കും എന്ന് പറഞ്ഞല്ലോ, ഹുക്കുമിൽ ആതിഫ് മഅ്തൂഫ് അലൈഹിക്കിടയിൽ മുത്തലക്ക് ജമ്മു എന്ന് പറയില്ല നമ്മൾ, അതാണ് മജി ആണ് ഹുക്കും. ആ ഹുക്കുമിൽ അക്കിട്ട് നിരുപാധികം കൂട്ടിച്ചേർക്കുക. അത് ആദ്യം വന്നതൊന്നുമില്ല, തർത്തീബൊന്നുമില്ല, മനസ്സിലായോ?
അപ്പോൾ മജീ എന്ന ഹുക്കും, അതാണ് ഹുക്കും. ആ ഹുക്കുമിൽ ഒരാൾ പങ്കു ചേർന്നിട്ടുണ്ട്, സെയ്ദും അമ്രും പങ്കു ചേർന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആദ്യം സെയ്ദാണ് പിന്നെ അമ്രാണ്, അങ്ങനൊന്നും കിട്ടൂല. പിന്നെ സാഹചര്യ തെളിവുകൊണ്ട് കിട്ടും, അത് പറയുന്നുണ്ട്. നോക്കാം. സുമ്മ പിന്നെ യഹ്തമിലു, അത് വഹിക്കും മയ്യക്കൂന മജീഉഹുമാ മഅൻ. ഇവിടെ ഇപ്പോൾ ജാഅ സെയ്ദുൻ വ അമ്രു എന്ന് പറഞ്ഞാൽ അത് അതെന്താവുക, അങ്ങനെ പറയുമ്പോൾ അത് വഹിക്കും അയ്യക്കൂന മജീഉഹുമാ, ഈ സെയ്ദും അമ്രിൻ്റെയും വരവ് മഅൻ ഒരുമിച്ചുള്ളതാണ് എന്നുള്ളതിനെ അത് സൂചിപ്പിക്കും. അല്ല, ഈ ഒരുമിച്ചാണ് സെയ്ദും അമ്രും ഒരുമിച്ചാണ് വന്ന് എന്നും അതിന് വഹിക്കും. അല്ലെങ്കിൽ അല തെർത്തീബ്, അല്ലെങ്കിൽ തെർത്തീബ് അടിസ്ഥാനത്തിലാണ് എന്നും അത് വഹിക്കും. ഏതുപോലെ സെയ്ദ് ആദ്യം വന്നു പിന്നെ അമ്ര. അല്ലെങ്കിൽ അല അക്സിഹി, തെർത്തീബിന്റെ നേരെതിരെ ആദ്യം അമ്ര പിന്നെ സെയ്ദ്, ഇങ്ങനെയൊക്കെ 3 ടൈപ്പിലുണ്ട്. അതാണ് മുത്തലക്കുൽ ജമുനർ. പക്ഷെ ഹുക്കുമിൽ പങ്കുചേരും, അതങ്ങനെ തെർത്തീബ് നമുക്ക് എന്ത് ചെയ്യൂല, കിട്ടൂല. 3 വഹിക്കും. എന്നാൽ വയുഫ്ഹമു, ഗ്രഹിക്കപ്പെടും, തഅയ്യുനു അഹദിഹിമ, അവ രണ്ടിൽ ഒരാളാണ് തഅയ്യുന് എന്ന് അവർ രണ്ടിൽ ഒരാളെ കൊണ്ട് നിർണിതമായി നമുക്ക് ഗ്രഹിക്കപ്പെടും. വയുഫ്ഹമു, ഗ്രഹിക്കപ്പെടും, തഅയ്യുനു അഹദിഹിമ, അവ രണ്ടിൽ ഒരാളെ നിർണയിച്ചുകൊണ്ട് ഗ്രഹിക്കപ്പെടും, നിർണയമാവൽ കൊണ്ട് ഗ്രഹിക്കപ്പെടും. അതിൻ്റെ മിൻ ദലീലിൻ ആഖറ, മറ്റൊരു ദലീൽ കാരണത്താൽ. വേറെന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് സാഹചര്യ തെളിവ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നതാണ് ആളാണ് ആദ്യം വന്നത്, ഇന്നതാണ് പിന്നെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥം. അതാണ് യുഫ്ഹമു, ഗ്രഹിക്കപ്പെടും, തഅയ്യുനാവൽ അഹദിഹിമ, അവ രണ്ടിൽ ഒരാൾ നിർണിതമാവൽ ഗ്രഹിക്കപ്പെടും, മിൻ ദലീലിൻ ആഖർ, മറ്റൊരു തെളിവ് കാരണത്താൽ. ഏതുപോലെ കമാ യുഫ്ഹമുൽ മഅയ്യത്തു, രണ്ടാൾ ഒരുമിച്ചാണ് മഅയ്യത്ത് എന്നത് ഗ്രഹിക്കപ്പെടും പോലെ ഫി ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലിൽ നിന്ന്. ഏതാ നോക്കി, ഫഅൻജൈനാഹു അസ്ഹാബസ് സഫീന, എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അദ്ദേഹത്തെയും അതുപോലെ തന്നെ കപ്പലിന്റെ ആളുകളെയും നാം രക്ഷിച്ചു എന്നാ. അവിടെ വാവിട്ട് പറഞ്ഞെങ്കിലും ആദ്യം അദ്ദേഹത്തെ പിന്നെ അസ്ഹാബു സഫീന എന്നില്ല, മറിച്ച് രണ്ടാളെയും ഒരുമിച്ച, അതാണ് മഅയ്യത്തിന് ഗ്രഹിക്കപ്പെടും. നമുക്കറിയാം കപ്പലിന്റെ ആളുകളെയും നൂഹ് നബി അലൈഹി സ്വലാമിനെയും കപ്പലിന്റെ ആളുകളെയും എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു എന്നാ. അപ്പോൾ ഒരുമിച്ച് തന്നെയാണല്ലോ, ആദ്യം രക്ഷിച്ച് പിന്നെ അടുത്തോലെ രക്ഷിച്ചു എന്നല്ല, അള്ളാഹു ഒരുമിച്ച്. ഫഅൻജൈനാഹു അസ്ഹാബ സഫീന, നൂഹ് നബിയെയും അദ്ദേഹത്തിന്റെ കപ്പലിലെ ആളുകളെയൊക്കെ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു. അപ്പം മഅയ്യത്ത് കിട്ടിയവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ തെർത്തീബും ഗ്രഹിക്കപ്പെടും ഫി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഖൗലിൽ. ഏതുപോലെ വലഖദ് അർസൽനാ നൂഹൻ വ ഇബ്രാഹിമ, അവിടെ നമുക്ക് മനസ്സിലായി ആദ്യം നൂഹ് നബി അലൈഹി സ്വലാം നമുക്ക് അറിയാം, ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നത്. അതുകൊണ്ട് അവിടെ തെർത്തീബ് അവർക്ക് മനസ്സിലായി. വാക്സ് വരെ നേരെ തിരിച്ച് ഫി ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖൗലിൽ നിന്ന് കദാലിക യൂഹീ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്, അവിടെ നമുക്ക് മനസ്സിലായി പ്രകാരം യൂഹീ ഇലൈക, നിന്നിലേക്ക് വഹി നൽകപ്പെട്ടു, വ ഇലല്ലദീന മിൻ ഖബ്ലിക് എന്ന് പറയുമ്പോൾ മുമ്പുള്ളവർക്കാണ് ആദ്യം വരിക, എന്നിട്ടല്ല ഇലൈക്ക് വരിക. അപ്പോൾ വ ഇലല്ലദീന രണ്ടാമത് പറഞ്ഞതാണ് ആദ്യം, അതാണ് വൈലല്ലദീന മിൻ ഖബ്ലിക്, നിനക്ക് മുമ്പുള്ളവരിലേക്കും. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ സാഹചര്യ തെളിവുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം 3 ടൈപ്പും പറഞ്ഞു. മഅയ്യത്ത് ഒരുമിച്ചുണ്ടാവും, തർത്തീബ് അനുസരിച്ചും ഒക്കെ നമുക്ക് തെളിവുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സന്ദർഭം ഉണ്ടാവും. ഇവിടെ കദാലിക യൂഹീ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം വൈലല്ലദീന, പിന്നെ അടുത്തതാണ് ആദ്യം പറഞ്ഞതാണ് യൂഹീ ഇലൈക്, പിന്നെയാണ് യൂഹീ ഇലൈക്. എന്നാൽ ഇനി ഇതിനെക്കുറിച്ച് പറയാം. ലാക്കിനിൽ മഅയ്യത്തു അക്സർ, ഇങ്ങനെ മഅയ്യത്തായിട്ട് വരലാണ്, രണ്ടും ഒരുമിച്ച് മഅയ്യത്തായിട്ടുള്ളതാണ് അക്സർ ഏറ്റവും അധികരിച്ച്. പിന്നെ അതിൻ്റെ താഴെ തെർത്തീബ് അക്സർ, തെർത്തീബായിട്ട് വരലാണ്, തെർത്തീബ് കസീർ, പിന്നെ തെർത്തീബായിട്ട് വരലാണ് കസീർ, ധാരാളമുള്ളത്. ഏറ്റവും അധികരിച്ചത് മഅയ്യത്തായിട്ടാണ് വരലാണ്. പിന്നെ തെർത്തീബാണ് കസീർ. അക്സുഹു, ആ തെർത്തീബിൻ്റെ എതിര് രണ്ടാമത്തേത് ആദ്യവും ആദ്യത്തെ രണ്ടാമതും ആവുന്ന അവസ്ഥ അത് ഖലീലാണ് എന്നർത്ഥം. അപ്പോൾ വാവിൻ്റെ കഴിഞ്ഞു. ഇനി വൽ അത്ഫു ബിൽ ഫാ, ഈ ഫാ കൊണ്ടുള്ള അത്ഫു യകൂനു ലിത്തർത്തീബിൽ മാനവിയ്യായ തർത്തീബിന് വേണ്ടിയാകും. തർത്തീബിന് വേണ്ടിയാണ് ഫാ വരിക. വൽ അത്ഫു ബിൽ ഫാ കൊണ്ടുള്ള അത്ഫു യകൂൻ, അതാകും ലിത്തർത്തീബിന് വേണ്ടിയാണ്. ഇനി തർത്തീബ് 2 ടൈപ്പ് ഉണ്ട്, തർത്തീബ് മാനവിയുണ്ട്, തർത്തീബ് ദിക്രിയുണ്ട്. അതാണ് ഷാരിഹ് പറയുന്നത്. മാനവി എന്ന് പറയുമ്പോൾ എന്താണ്? മഅതൂഫ് അലൈഹി തൊട്ട് മഅതൂഫിനൊരു തഅഖുർ ഉണ്ടാവും, ജമനിൽ പിന്തലുണ്ടാവും, കാലത്തിലൊരു പിന്തലുണ്ടാവും. മഅതൂഫ് കാലത്തിൽ പിന്തും അതിനെത്തൊട്ട് മഅതൂഫ് അലൈഹിയെ തൊട്ട്. ദിക്രി എന്ന് പറഞ്ഞാൽ ജമനെ പരിഗണിച്ചല്ല, അത് തഹദ്ദുസിനെ പരിഗണിച്ച ആ സംസാരവുമായി ബന്ധപ്പെട്ടാണ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ അവിടെ കൊടുത്തു വനാദാ നൂഹു റബ്ബഹു, നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ റബ്ബിനെ വിളിച്ചു. ഫഖാല,
എന്നിട്ട് പറഞ്ഞു കണ്ടോ. അപ്പോൾ ആ തഹദ്ദുസിനനുസരിച്ചല്ല, സമനനുസരിച്ചല്ല, തഹദ്ദുസ് പറഞ്ഞാൽ സംസാരത്തിനനുസരിച്ച്. മറ്റേത് എന്താണ് മാനവി എന്ന് പറഞ്ഞാൽ അത് മഅ്തൂഫ് സമനെ തൊട്ട് ഒരു തഅഖുർ, ഒരു പിന്തലുണ്ടാവും. മഅ്തൂഫ് അലൈഹിയെ തൊട്ട് ഒരു പിന്തലുണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത് തർത്തീബ് രണ്ട് ടൈപ്പ്. മാനവീയ തർത്തീബിന് വേണ്ടി ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗലു പോലെ അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചു എന്നിട്ട് ഫസവ്വാക. അപ്പോൾ നിന്നെ എന്താ ഫസവ്വാക, പിന്നെ എന്നിട്ട് നിന്നെ എന്ത് ചെയ്തു, സംവിധാനിച്ചു. അപ്പോൾ ഖലഖക ഫസവ്വാക. അപ്പോൾ ഒരു സമനുൽ ഒരു തഅഖുറുണ്ട്. അവി ദിക്രി അല്ല ദിക്രി, അഥവാ അത് തഹദ്ദുസ് പറഞ്ഞു, എന്താ സംസാരം കൊണ്ടാണ്. അതാണ് ഈ ദിക്രീനെ കുറിച്ച് ചില നഹ്വിന്റെ കിതാബിലൊക്കെ കാണാൻ പറ്റും. തർത്തീബുൻ ദിക്രി എന്ന് പറഞ്ഞാൽ വഹുവ വുഖൂഉൽ മഅ്തൂഫി, മഅ്തൂഫ് സംഭവിക്കലാണ്, ബഅദൽ മഅ്തൂഫി അലൈഹി, മഅ്തൂഫ് അലൈഹിക്ക് ശേഷം ബിഹസബി തഹദ്ദുസി അൻഹുമാ, അവ രണ്ടിനെ തൊട്ടുള്ള എന്താണ് സംസാരത്തിനനുസരിച്ച്, ആദ്യം പിന്നെ, അങ്ങനെയാണ്. അല്ലാതെ ലാ ബിഹസബി സമാനിഹിമ, അവ രണ്ടിൻ്റെയും എന്തല്ല കാലം പരിഗണിച്ചുകൊണ്ടല്ല എന്ന്. അതാണ് നമ്മൾ പറഞ്ഞത്. തഹദ്ദുസ് സംസാരമാണല്ലോ. അതാണ് അവി ദിക്രി എന്ന് പറയുന്നത്. നഹ്വു വനാദാ നൂഹു റബ്ബഹു, നൂഹ് നബി തന്റെ റബ്ബിനെ വിളിച്ചു, ഫഖാല എന്നിട്ട് പറഞ്ഞു. അപ്പോൾ അതൊരു തഹദ്ദുസാണ്, സംസാരം എന്ന നിലക്കാണ്. പിന്നെ വത്താഖീബി, തർത്തീബിനുണ്ടോ, പിന്നെ വത്താഖീബിനുണ്ടാവും. തഅഖീബ് പറഞ്ഞാൽ ഉടനെ തന്നെ എന്നർത്ഥം. മാ തശ്രീക് ഫിൽ ഹുക്മി, ഹുക്മിൽ എന്താണ് കൂറാവലോടുകൂടെ, ഹുക്കുമിൽ പങ്കുചേരും ആക്കബലുള്ളവരോട്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അതോടുകൂടി തന്നെ താക്കീബ്, ഉടനെ തന്നെ എന്നൊരു മാന കിട്ടും. വ മാന താക്കീബ്, എന്താണ് താക്കീബിന്റെ മാന? അതായത് വുഖൂഉൽ മഅ്തൂഫി സംഭവിക്കലാണ്, മഅ്തൂഫ് സംഭവിക്കലാണ്, ആഖിബൽ മഅ്തൂഫി അലൈഹി, മഅ്തൂഫ് അലൈഹിക്ക് ഉടനെ സംഭവിക്കലാണ്, ബിലാ മുഹ്ലത്തിനൊരു സാവകാശം കൂടാതെ. അത് പക്ഷേ ബിഹസബിൽ അഷ്യാ, കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. എല്ലാം പെട്ടെന്ന് തന്നെ അയക്കണമില്ല. ചില സന്ദർഭം അനുസരിച്ച് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കഴിയും. ഉദാഹരണം പറയുന്നുണ്ട്. അതാണ് ഓരോന്നിൻ്റെയും അഷ്യാകളെ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. തൊക്കൂലിങ്ങി പറയും ഖാമ സെയ്ദുൻ ഫ അമ്രുൻ, സെയ്ദ് നിന്നു പിന്നെ അമ്രുൻ നിന്നു എന്ന് പറയും. അതെപ്പോഴാണ്? ഇതാ ഖാമ അമ്രുൻ, അമ്രു നിൽക്കുമ്പോഴാണ്. ആഖിബ ഖിയാമി സെയ്ദിൻ, സെയ്ദിന്റെ ഖിയാമിന്റെ ഉടനെ തന്നെ അമ്രു നിൽക്കുമ്പോൾ അജ് അങ്ങനെ പറയാം. നേരെ മറിച്ച് വദഖൽതുൽ ബസ്റത ഫബഗ്ദാദ, ഞാൻ ബസ്രയിൽ പ്രവേശിച്ചു പിന്നെ ബാഗ്ദാദിലും പ്രവേശിച്ചു എന്ന് പറയാം. അപ്പോൾ ചുരുങ്ങിയത് അക്കാലത്ത് അവിടെ എന്താ അളവനുസരിച്ചാണ് കൊടുക്കുന്നത്. ബസ്ര ബാഗ്ദാദിലേക്ക് 3 ദിവസത്തെ ടൈം ഉണ്ടാവും. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഇതാ ദഖൽത, ഇങ്ങ് പ്രവേശിക്കുമ്പോൾ, ബാദൽ യോമി സാലിസി, 3ാമത്തെ ദിവസത്തിന് ശേഷം പ്രവേശിക്കുമ്പോൾ, ബാഗ്ദാദിൽ പ്രവേശിക്കുമ്പോൾ, ബസ്രയിൽ നിന്ന് ബാഗ്ദാദിൽ 3ാമത്തെ ദിവസത്തിന് ശേഷം പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ എന്ത് പറയും? ദഖൽത്തുൽ ബസ്റത ഫ ബാഗ്ദാദ, ഫാട്ട് പറയും. കണ്ടോ? അപ്പോൾ അവിടെയും പറയും. അത് അതിനനുസരിച്ച് അത് സാധാരണഗതിയാണ് അവിടെ 3 ദിവസം. അപ്പോൾ അവരങ്ങനെ പറയലുണ്ട്. അതാണ് അപ്പോൾ ഇന്ന ദാലിക, ഈ പ്രവേശനം, ഈ ബസ്ര ടു ഫൈന ദാലിക്കാണ്. ഈ ബസ്രന് ബാഗ്ദാദിലുള്ള പ്രവേശനം ഉണ്ടല്ലോ, അതെന്താണ്? തഅഖീബു മിസ്ലി ഹാദ, ഇതുപോലത്തതിൽ എന്താണ്? ഫൈന ദാലിക അദ്ഖൂൽ, ഈ 3 ദിവസത്തിന് ശേഷമുള്ള പ്രവേശനം എന്ന് വെക്കാം. അതിലേക്ക് വെക്കാം നമുക്ക് ഫൈന ദാലിക. അപ്പോൾ തീർച്ചയായും അതാ ഈ 3 ദിവസത്തിന് ശേഷമുള്ള പ്രവേശനം ഉണ്ടല്ലോ, അദാലിക്ക, ഈ 3 ദിവസത്തിനുള്ള പ്രവേശനം തഅഖീബു മിസ്ലി ഹാദ, ഇതേപോലത്തതിൽ എന്താണ്? ഉടനെയാക്കലാണ്. അത് ആദത്തൻ, പതിവിൽ, സാധാരണഗതിയിൽ അവരെന്താണ്? പതിവാക്കലാണത്. അപ്പോൾ എവിടെ ഫി മിസ്ലി ഹാദ എന്ന് പറഞ്ഞാൽ ബസ്രയിൽ നിന്ന് ബാഗ്ദാദ് പ്രവേശിക്കുക എന്നുള്ളത് 3 ദിവസം എടുക്കും. 3 ദിവസം 3 ദിവസത്തിന് ശേഷമല്ലോ. അപ്പോൾ ഫ ഇന്ന ദാലിക, ഈ ദുഖൂല്, 3 ദിവസത്തിനുള്ള ഈ ദുഖൂല് പ്രവേശനം തഅഖീബ് ഉടനെയാക്കലാണ്. ഫി മിസ്ലി ഹാദ, ഇതേപോലത്തതിൽ. തഅഖീബ് മിസ്ലി ഹാദ, ഇതേപോലത്തതിന്റെ തഅഖീബാണെന്ന് അർത്ഥം. ഇബ്നു ഹിശാമിന്റെ ശർഹിൽ തന്നെ തഅഖീബുൻ ഫി മിസ്ലി ഹാദ ആണ്, ഇതേപോലത്തതിലുള്ള തഅഖീബാണ്. ഇതേപോലത്തെ ബസ്ര ടു ബാഗ്ദാദ് പോലത്തതിൽ, ആദത്തൻ സാധാരണഗതിയിൽ. ഇനി ഫൈൻ ദഖൽതെങ്കിൽ ബഅദ റാബിഅ, 4 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രവേശിക്കുന്നതെങ്കിലോ, അബിൽ ഖാമിസ്, അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട്, അപ്പോൾ ഫലൈസ ബി തഅഖീബ്, അപ്പോൾ അത് തഅഖീബ് ആവൂല. അപ്പോൾ പിന്നെ അത് തഅഖീബിന് പറ്റൂല. അല്ലാതാണ് വലം യജുസുൽ കലാം, അപ്പോൾ കലാം ജായിസ് ആവൂല. കലാം ജായിസ് ആവൂല എന്ന് പറഞ്ഞാൽ ദഖൽതുൽ ബസ്റത ഫ ബഗ്ദാദ എന്ന് 4 ദിവസത്തിന് ശേഷം 5 ദിവസത്തിന് ശേഷം കഴിഞ്ഞിട്ട് പറ്റൂല എന്നർത്ഥം. ഇനി വഖദ് യകൂൻ, ഇനി ചിലപ്പോൾ വഖദ് യകൂനുൽ ഫ എന്താകും? സബബ്, കാരണത്തിന് വേണ്ടി അറിയിക്കുന്ന വേണ്ടിയാവും. കാരണത്തിന് അറിയിക്കാൻ സബബിന് വേണ്ടിയാകും. വദാലിക, അത് ഗാലിബുൻ, അധികരിച്ചും ഫി അത്ഫിൽ ജുംല, ജുംലയെ അത്ഫ് ചെയ്യുന്നതിനാണ്. കഖൗലിക, നിന്റെ ഖൗല് പോലെ, സഹ ഫസജദ, സഹ മറന്നു, അത് കാരണമായിട്ടാണ് സജദ സുജൂദ് ചെയ്തു. അപ്പോൾ ജുംല അത്ഫാണ്.
വസന വ്യഭിചരിച്ചു ഫറുജിമ അപ്പോൾ എറിയപ്പെട്ടു. അത് കാരണം കൊണ്ട് എറിയപ്പെട്ടു, എറിയ റുജിമ അപ്പോൾ ജുംല ആണല്ലോ. വസറക്ക മോഷ്ടിച്ചു ഫഖുത്തിഅ അപ്പോൾ എന്ത് ചെയ്തു, മുറിക്കപ്പെട്ടു, കൈ മുറിക്കപ്പെട്ടു. കാരണം അപ്പോൾ അവിടെയൊക്കെ കാരണത്തിന്റെ മേലാണ് ജുംലന്റെ മേൽ കത്തുഫലാണ് അധികവും വരിക. വമിൻഹു അതിൽപ്പെട്ടതാണ് ഖൗലുഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗലി ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമാത്തുകളെ അല്ലാഹുവിൽ നിന്നുള്ള കലിമാത്തുകളെ സ്വീകരിച്ചു അങ്ങനെ പശ്ചാത്താപിച്ചു ആദം അലൈഹിസ്സലാം. അപ്പം എന്ത് ചെയ്തു, അത് കാരണമായി ഫതാബ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു. അപ്പോൾ അതൊക്കെ ജുംല അത്ഫാണ് അധികം വരിക സബബിയാന്റെ മാനാകുമ്പോൾ. വലിദാലിക ഇക്കാരണത്താലാണ് ഉസ്തുഇറത്ത് ഈ ഫാഇനെ കടമെടുക്കപ്പെട്ടതിൽ റബ്ത്ത് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫി ജവാബി ഷർത്തിന്റെ ജവാബിൽ റബ്ത്ത് ചെയ്യുന്നതിന് വേണ്ടി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫാവിനെ കടമെടുത്തതും അത് കാരണത്താലാണ്. നഹ്വ അതുപോലെ മയ്യതീനി ആരാണോ എൻ്റെ അടുക്കൽ വരുന്നത് ഫ ഇന്നി ഉക്രിമുഹു അവൻ വരുന്ന കാരണം എന്നർത്ഥം. വരുന്ന കാരണമായി ഫ ഇന്നി അപ്പോൾ തീർച്ചയായും ഞാൻ ഉക്രിമുഹു അവൻ ആദരിക്കുന്ന. ഇനി ചിലപ്പോൾ വഖദ് തഖ്ലുൽ ആതിഫത്തുൽ ജുമലയെ ആതിഫാക്കുന്നത് ഒഴിവാകും അൻ ഹാദൽ മാന ഈ മാനയെ തൊട്ട് ചിലപ്പോൾ ഒഴിവാകുകയും ചെയ്യും. ഇപ്പോഴും മാന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗലു പോലെ അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ നഹ്വ. ഇവിടെയൊക്കെ ഫാട്ട് അത്ഫ് ആ മാനക്കല്ല, മാനെന്ന് ഒഴിവാണ്, സബബിന്റെ മാനെന്ന് ഒഴിവാന്നർത്ഥം. അതാണ് ഉദാഹരണം കൊടുത്തത്. അപ്പോൾ അല്ലദീ ഖലഖ ഫസവ്വ ഖദ്ദറ ഫഹദ ഫ അത്ഫാണ്, അത്ഫിന്റെ ഹർഫ് ഫ, സവ്വ ജുംല മഅ്തൂഫാണ്. അപ്പോൾ ഇതൊക്കെ എന്താ മാനെന്ന് ഒഴിവാന്നർത്ഥം. അങ്ങനെയും വരും. പക്ഷെ ഗാലിബ് എന്താണ്, ഗാലിബ് സബബിന്റെ മാന, അത് ജുംല അത്ഫ്. ഇനി സുമ്മ വൽ അത്ഫു ബി സുമ്മ കൊണ്ടുള്ള അത്ഫ് യകൂനുൽ തർത്തീബിന് വേണ്ടിയാകും. തറാഖി ഒരു സാവകാശം ഉണ്ടാവും, മറ്റേത് താഖീബല്ലേനോ ഫ, ഇത് തറാഖിയ. ഫി ജമാനിൽ ഒരു സാവകാശം, കാലത്തിലൊരു സാവകാശം ഉണ്ടാവും, പിന്നെ തർത്തീബിന് വേണ്ടിയാണ്. മാ തശ്രീഖ് ഫിൽ ഹുക്മിൽ കൂറാകുന്നതോടുകൂടെ, ഹുക്മിൽ കൂറാകുന്നതിൽപ്പെട്ടാണ് ഇത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫമാന ജാ സൈദുൻ സുമ്മ അമ്രു എന്ന് പറഞ്ഞാൽ ഈ ജാ മജീ എന്ന ഹുക്മിൽ സൈദും അമ്രും പങ്കെടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ ഇറാബിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും കൂറായല്ലോ. അപ്പോൾ ജാ സെയ്ദ് വന്നു, സുമ്മ അമ്രും പിന്നെ അമ്രും വന്നു. അപ്പോൾ അന്ന മജീ അമ്രിന്റെ വരവ് വഖാബാദ മജീ സെയ്ദിന്റെ വരവിന് ശേഷമാണ് സംഭവിച്ചത് ബി മുഹ്ലത്തിൻ സാവകാശം. അപ്പൊ ഈ സുമ്മന്റെ ഈ തറാഹി പരിഗണിക്കാൻ, സാവകാശം പരിഗണിക്കാൻ അത് ഉർഫനുസരിച്ച് ഓരോരുത്തരെ ഉർഫനുസരിച്ചാണ്, എന്താണ് പോലെ പതിവനുസരിച്ച് ആ ഉർഫനുസരിച്ച് പതിവനുസരിച്ചാണ് അതിനെ പരിഗണിക്കുക എന്ന് ഷറഹുകളൊക്കെ ചില കാണാൻ പറ്റും. അപ്പം അതാണ് ഇവിടെ ബി മുഹ്ലത്തിൻ സാവകാശം എന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര അതിൻ്റെ അളവ് എന്നുള്ളത് അത് ഉർഫാണ്. വഅമ്മ ഖൗലുഹു എന്ന തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗല്, ഇവിടെ ഒരു റദ്ദ് കൊടുക്കുകയാണ്, ചുരുക്കിയ ഇവിടെ ഉള്ളൂ. സംബന്ധം വെച്ചാൽ ഇപ്പോൾ ഈ ആയത്തിൽ വലഖദ് ഖലഖ്നാകും സുമ്മ സവ്വർനാകും എന്ന് പറഞ്ഞു, പിന്നെ ശേഷം സുമ്മ ഖുൽനാ ലിൽ മലായികത്തി എന്നാണല്ലോ വന്നത്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരും. കാരണം എന്താ, ബനു ആദമിന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പാണല്ലോ ഇത് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത്, ബനു ആദമിനെ. അപ്പോൾ ഇത് പിന്നെ ഇത് സവ്വർനാക്കും നിങ്ങളെ രൂപപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അതിന് ശേഷമെന്ന് വരൂലേ? അപ്പോൾ ആ സംശയത്തിന് അവിടെ വ്യത്യസ്ത നിലയ്ക്ക് മുഫസ്സിറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഗവിയിൽ കാണാം സുമ്മ കുല്ല എന്നൊക്കെ പറഞ്ഞില്ല അവിടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷാരിഹ് വളരെ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ സംഭവം പറയാണ് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ സുമ്മ കുല്ല ഇവിടെ ബഗവിയിൽ കാണാം ഫഇൻ ഖീല പറയപ്പെട്ടാൽ അൽ അംറു ബി സുജൂദിൽ മലായിക മലക്കളോട് സുജൂദ് കൊണ്ടുള്ള കൽപ്പന കാന ഖബല ഖൽഖി ബനി ആദമിന്റെ സൃഷ്ടിപ്പിന് മുമ്പായിരുന്നല്ലോ. അപ്പോൾ ഫമാ വജ്ഹു ഖൗലിഹി സുമ്മ കുൽന പിന്നാണല്ലോ പറഞ്ഞു, സുമ്മ കുൽന പിന്നെ പറഞ്ഞു എന്നല്ലേ. അപ്പോൾ എന്താണ് അതിന്റെ വജ്ഹ്? സുമ്മ അട്ടലി തർത്തീബ് വലി തറാഹിക്കും തർത്തീബിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അവിടെ എങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട്, അവിടെ എങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് അവിടെ ബഗവിയിൽ കാണാം, ഒന്നുകിൽ ഹൽക്ക് തസ്വീർ എന്നുള്ളത് സവ്വർണ എന്ന് പറഞ്ഞില്ല, അതിൽ ഹൽക്കും തസ്വീറും ആദം നബി അലൈഹി സ്വലാമൽക്ക് മാത്രാക്കുക. ഇനി അതല്ല ദുര്യത്തുകളെയും സവ്വർണാക്കും എന്നുള്ള ദുര്യത്തിൽക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് സുമ്മ ഒന്നുകിൽ വാവിൻ്റെ മാനാന്ന് വെക്കുക. അപ്പോൾ മറ്റേ കിതാബിലൊക്കെ കാണാൻ പറ്റും തെർത്തീബില്ല, ചില ആളുകൾ സുമ്മക്ക് തെർത്തീബില്ല, വെറും വാവിൻ്റെ മാനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തെളിവ് പിടിച്ചതും ഈ പറഞ്ഞ നമ്മളീ കൊണ്ടുവന്ന ഈ ആയത്ത. അപ്പോൾ അതിനൊക്കെ മറുപടി ആ നിലക്കാണ് ഇബ്നു ഹിശാം കൊടുക്കുന്ന മറുപടി. ഷാരിഹിൻ്റെ
അത്ര വന്നിട്ടുള്ളൂ, സംഭവം അതാണ്, മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ പിന്നെ അറാദ എന്നുള്ളതിൽ എന്തുണ്ട്, വേറൊരു വജ്ഹ് നമ്മളവർ വാവിൻ്റെ മാന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തസ്വീറിൻ്റെയും ഹൽക്കിൻ്റെയും തസ്വീറും ഹൽക്കും എന്നുള്ളത് അത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽക്ക് മാത്രമാക്കുക. അല്ലെങ്കിൽ സുമ്മക്ക് നമ്മൾ പറഞ്ഞു വാവിൻ്റെ മാന കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ തെഖ്ദീമു തഖീർ ഉണ്ട് എന്നാ എന്താണ്. അപ്പോൾ സുമ്മ കുൽനാലിൽ മലായിക്കത്തി എന്ന് പറഞ്ഞതുപോലെ തെഖ്ദീം ഒരു മുന്തിക്കലും ഉണ്ട്. അപ്പോൾ വലക്കത് ഹലക്കിനാക്കും, എന്നിട്ട് എന്താക്കുക, മലക്കളോട് കൽപ്പിച്ചേ കൊണ്ടുവരിക എന്നിങ്ങനെ ശാരീഹ്യങ്ങൾ തഖ്ദീർ പറയാട്ടോ, മറുപടിയായിട്ട് പറയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ നിലക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എന്താണ് ഇവിടെ തഖ്ദീർ അറിയാവുന്ന നിലക്ക് ശാരീഹ് കൊണ്ടുവന്നത്. ഏതാ? ഫക്കീൽ. അപ്പോൾ പറയപ്പെട്ടു അത്തഖ്ദീറു ഖലഖ്നാ അബാക്കും സുമ്മ സവ്വർനാ അബാക്കും. അപ്പോൾ രണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ മേലേക്ക് ഒതുക്കി. മനസ്സിലായോ? എന്താ, നിങ്ങളുടെ അബാനെ സൃഷ്ടിച്ചു, പിന്നെ തസ്വീർ ചെയ്തു നിങ്ങളുടെ അബിനെ തന്നെ. അപ്പോൾ രണ്ടും ആദം നബി അലൈഹി സ്വലാമിൻ്റെ മേലേക്ക് ഒരു ഒതുക്കി. അപ്പോൾ പിന്നെ സുമ്മ മലക്കളോട്, പിന്നെ നമ്മൾ മലക്കളോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പ്രശ്നമില്ല, അതിനുശേഷം തന്നെയാണല്ലോ. സവ്വർനാക്കും എന്നുള്ളത് മനുഷ്യന്മാരിലേക്കൂടെ മടക്കുമ്പോഴാണ് ആ വന്നിരുന്നത്. അങ്ങനെ മടക്കുമ്പോൾ അല്ലേ, അങ്ങനെ മടക്കുകയാണെങ്കിൽ സവർണാക്കുന്ന് മടക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ വാവിൻ്റെ മേന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് റദ്ദൊക്കെ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ മനസ്സിലായ സംഭവം മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അപ്പോൾ ചിലവിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തർത്തീബില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അവർ തെളിവ് പിടിച്ചത് ഈ ആയത്താണ്. അപ്പോൾ അതിന് മറുപടി കൊടുത്തതാണ് ഇബ്നു ഹിശാം ഷറഹിൽ കാണാം. ഇനി വൽ അത്തുഫ് ബി ഹത്ത, ഹത്ത കൊണ്ടുള്ള അത്തുഫ് യക്കൂനലിൽ ഗായത്തിന് വേണ്ടിയായിരിക്കും. തദ്രീജിനും ഗായത്തിനും മാൽ ജംഇ, എന്താ ജമ്മോടുകൂടെ തദ്രീജും ഗായത്തുണ്ടാവും. തദ്രീജ് പറഞ്ഞാൽ പടിപടിയായി നമ്മൾ പറയും, മനസ്സിലാവും. വമാനൽ ഗായ, എന്താ ഈ ഗായത്തിൻ്റെ മാന? ആഖിറു ഷെയ്, ഒരു ഷെയ്ഇൻ്റെ ഒരു കാര്യത്തിൻ്റെ അവസാനമാണ്. തദ്രീജ് എന്ന് പറഞ്ഞാലോ, എന്താ തദ്രീജ് അവിടെ പറയുന്നുണ്ട്, അയൻഖദിയ മാ ഖബ്ലഹ, ഈ ഹത്തൻ്റെ മുമ്പുള്ളത് ഇങ്ങനെ കഴിഞ്ഞു പോകും. ഷെയ്അൻ വശെയ്അ, അല്പാൽപമായിട്ട് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഏതുവരെ? എന്നാൽ ഇലാ യബ്ലു ഗൈലൽ ഗായ, അതിൻ്റെ അവസാനം എത്തുന്നത് വരെ. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. വഹിയൽ മാത്തൂഫ്, ഈ ഗായത്ത് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? മാത്തൂഫ് ആയിരിക്കും. അതാ മാത്തൂഫ് എന്ന് പറഞ്ഞത്. വലിത, ഇക്കാരണത്താൽ വജബ കൗനുൽ മാത്തൂഫ്, ഇങ്ങനെ തീരാണല്ലോ. അപ്പോൾ വജബ കൗനുൽ മാത്തൂഫി ബിഹ, ഈ ഹത്ത കൊണ്ട് വജബ കൗനുൽ മാത്തൂഫി, മാത്തൂഫ് ആവൽ നിർബന്ധമാണ്. ബിഹ, ഈ ഹത്ത കൊണ്ട് അത്തുഫ് ചെയ്യപ്പെട്ടത് ആവൽ നിർബന്ധമാണ്. ജുസ് മിനൽ മാത്തൂഫ് അലൈഹി, മാത്തൂഫ് അലൈഹിൽ നിന്ന് ജുസ് ആവണം, അല്ലെങ്കിൽ ബഅദ് ആവണം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ മാത്തൂഫ് അലൈഹിയുടെ ജുസ് ആയിരിക്കും, അല്ലെ ബഅദ് ആയിരിക്കും. ഇമ്മ തഹ്കീക്കൻ, ഒന്നുകിൽ തഹ്കീക്ക് എന്ന നിലക്ക്, യാഥാർത്ഥ്യം എന്ന നിലക്ക് തന്നെ ഉണ്ടാവും. ഉദാഹരണം നോക്കിക്കോളിട്ട് നമ്മൾ പറഞ്ഞത് മനസ്സിലാവും. ഇതുപോലെയൊക്കെ അക്കൽത്തു സമക്കത്ത ഹത്താ റഅ്സഹ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി, അക്കൽത്തു ഞാൻ തിന്നു, അസമക്കത്ത മീൻ തിന്നു, ഹത്താ റഅ്സഹ തലയും തിന്നു, തല വരെ തിന്നു പറഞ്ഞാൽ തലയും തിന്നു എന്നർത്ഥം. ഇവിടെ ഹത്താ റഅ്സിഹ എന്ന ഹത്ത നമുക്ക് എന്താക്കുക, ജറിൻ്റെ ഹർഫാക്കി പറയാ, ഇബ്തിദായിൻ്റെ ഒക്കെ ആക്കി പറയട്ടോ. അപ്പോൾ ഹത്താ റഅ്സുഹ എന്നൊക്കെ പറയാം. അപ്പോൾ തഖ്ദീറുകൾ വരേണ്ടി വരും. അപ്പം നമ്മൾ ഇവിടേക്ക് വേണ്ടിയ ഷാഹിദ ഹത്താ റഅ്സഹ എന്ന് പറയണം. അപ്പോഴാണ് തലയും തിന്നു. ഇവിടെ നോക്കി, ഈ റഅ്സ് അതാണ് മാത്തൂഫ്. മാത്തൂഫ് അലൈഹി സമക്കത്ത. അപ്പോൾ ഈ മാത്തൂഫ് അലൈഹിൻ്റെ ജുസ് ആവണം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ മീനിൻ്റെ തല അറിയുമ്പോൾ മീനിൻ്റെ ഒരു ജുസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കി, തിന്നു ഇങ്ങനെ, അതാണ് തദ്രീജ് എന്ന് പറഞ്ഞത്. ഞാൻ തിന്നു, അങ്ങനെ തിന്ന് അതിൻ്റെ തലയും തിന്നു. അതാണ് ആ ഗായത്ത്. നമ്മളെ പറഞ്ഞത് ഗായത്ത് എത്തുന്നത് വരെ പറഞ്ഞാൽ മാത്തൂഫ്, തല എത്തുന്നത് വരെ, അങ്ങനെ തലയും തിന്നു. അല്ലോ, ഹത്താ റഅ്സഹ എന്ന് പറഞ്ഞാൽ തലയും തിന്നു. നേരെ മറിച്ച് ജറിൻ്റെ അർഫാക്കി പറയാം, ഹത്താ റഅ്സിഹ എന്ന് പറഞ്ഞാൽ തല വരേന്നേ കിട്ടൂ, തല തിന്നിട്ടില്ല എന്നാ. പിന്നെ ഹത്താ റഅ്സു എന്നും പറയാം. അത് പിന്നെ അവിടെ തഖ്ദീർ വേണ്ടി വരും. അപ്പോൾ ജുംല ആവണമല്ലോ, ഇബ്തിദായിയായ ഹത്ത വെച്ചിട്ട്. അപ്പോൾ നമുക്ക് തെളിവിന് ഹത്താ റഅ്സഹ എന്ന് പറയണം. അപ്പോൾ ഇവിടെ ജമ്മുണ്ട്. അപ്പോൾ ആദ്യം പറയുള്ളൂ, ലത്തഫു ബി ഹത്താ യക്കൂനുൽ ഗായത്തി വത്തദ്രീജി മഅൽ ജമ്മോടുകൂടി. അപ്പോൾ എന്താ, തലയിൽ നിന്ന് രണ്ടും തിന്നു, സമക്കത്തും തിന്നു. തിന്നുക എന്ന് പറഞ്ഞാൽ സമക്കത്തും പെട്ടു, അതുപോലെ തന്നെ തലയും മൊത്തം തിന്നു. അതാണ് ജമ്മ. അപ്പോൾ ഇവിടെ നമ്മൾ തഹ്കീക്കായിട്ട് തന്നെ മനസ്സിലായി.
ഇനി നോക്കിക്കോളെ, ചെറു തക്ദീർ ചെയ്യേണ്ടി വരും നമ്മൾ. അതാണ് പറയുന്നത് അൽഖസ്സഹീഫത കയ്യുഖഫിഫ റഹ്ലഹു വസാദ ഹത്താ നാലഹു അൽഖാഹ. എന്താ അർത്ഥം? അൽഖ ഇട്ടു, അസ്സഹീഫത ഏട്. സഹീഫത്ത് പറഞ്ഞാൽ ഏട്, ഏടിനെ ഇട്ടു. കൈ എന്തിനു വേണ്ടിയാണ്? യുഖഫിഫ കനം കുറക്കാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടി ഏടിനെയും താഴെ ഇട്ടു എന്നർത്ഥം. എന്തിനെ ലഘൂകരിക്കാൻ വേണ്ടിയാ? കൈ യുഖഫിഫ റഹ്ലഹു. റഹ്ലി എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ മേൽ വെക്കുന്ന കട്ടിലിന് പറയാ. അതല്ലെങ്കിൽ എന്താ, യാത്രാ സാമഗ്രികൾ, രണ്ട് നിലക്കും പറയലുണ്ട്, യാത്രാ സാമഗ്രികൾ. അപ്പോൾ അൽക്കാ അവൻ ഇട്ടു അസ്സഹീഫത്ത് ഏടുകളെ, കൈ യുഖഫിഫ റഹ്ലഹു അവൻ്റെ ഭാണ്ഡത്തിൻ്റെ അല്ലെ യാത്രാ സാമഗ്രികൾ അതിൻ്റെ കനം കുറക്കാൻ വേണ്ടി, എന്തു ചെയ്തു? താഴെ ഇട്ടു എന്നർത്ഥം. ഏതുപോലെ? വസാദ ഭക്ഷണത്തിനെയും, ഹത്ത ഏതുവരെ? നാലഹു ചെരുപ്പ് വരെ, അവൻ്റെ ചെരുപ്പ് വരെ. വസാദ ഹത്ത നാലഹു അൽഖാഹ അവൻ്റെ ചെരുപ്പ് വരെ എന്ത് ചെയ്തു? താഴെ ഇട്ടു എന്നാ. ആ അൽഖാഹ എന്ന് രണ്ടാമത് പറഞ്ഞ ജുംല തൗക്കീദ, അൽഖാഹ. അപ്പോൾ ഇവിടെ ഇറാബ് വാദിയാണല്ലോ. അൽക്ക ഫീലു മാദിയാണ്, സഹീഫത്ത് അതിൻ്റെ മഫൂലാണ്, കൈ മസ്തരിയായ നസ്ബിൻ്റെ ഹർഫാണ്, മസ്തറിൻ്റെ നസ്ബിൻ്റെ ഹർഫാണ്. യുഖഫിഫ റഹ്ലഹു നമ്മൾ റഹ്ലൈൻ്റെ മഫൂലാണ്. വസാദ മാത്തൂഫ്. അതാണ് നമുക്കവിടെ തെളിവ്. തെളിവതല്ല, സാദ എന്നുള്ളത് സഹീഫത്തിൻ്റെ മേലേക്ക് മാത്തൂഫാണ്. ഇനി വരുന്നതാണ് ഹത്ത. കണ്ടോ? അത്തുഫിൻ്റെ ഹർഫ് നാലഹു മാത്തൂഫാണ്. അവിടെയാണ് നമുക്ക് വരുന്നത്. അൽഖാഹ എന്നുള്ളത് നമ്മൾ ജുംല പറഞ്ഞത് തൗക്കീദാണ്. ഇനി ഇത് തന്നെ വേറെ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഹത്ത നാലിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്, ജെറോണ്ട് കൂടി. അപ്പോൾ പിന്നെ ഹത്ത ജെറിൻ്റെ ഹർഫായിരിക്കും. മനസ്സിലായോ? പിന്നെ അതല്ല റഫ് കൊണ്ടും പറയാം. അപ്പം എന്തായിരിക്കണം? ഒരു മുബ്തദ വെക്കണം. അപ്പോൾ ഹത്ത ഇബ്തിദായിയാവും. അപ്പോൾ ഇബ്തിദായിയാവുമ്പോൾ ജുംല വേണ്ടോ? അപ്പോൾ ഹത്ത നാലുഹു എന്ന് വെക്കുക. നാലുഹു എന്നുള്ള മുബ്തദ ആവുക, അൽഖാഹ എന്നുള്ളത് ഖബറു ആക്കുക. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ തെളിവ് ഇപ്പോൾ ഹത്ത നാലഹു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷാഹിദ് നോക്കാം. അവിടെ ഷാരിഹ് പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് മാത്തൂഫ് അലൈഹിൻ്റെ ജുസ് ആണെന്ന് പറഞ്ഞ് തഹ്ഖീഖ് പറഞ്ഞു. ഇനി തഖ്ദീറിലാണ് നോക്കി. ഫഅത്തുഫു നാലഹു എന്നുള്ളത്, നാലഹു എന്നുള്ള ആത്തുഫ് ബി ഹത്ത കൊണ്ടുള്ള നാലഹു എന്നത് ആത്തുഫ് ചെയ്തത്, ആത്തുഫ് ചെയ്തു നാലഹു എന്നുള്ളതിനെ ബി ഹത്ത കൊണ്ട്. ലി കൗനിഹി ആ നാലഹു എന്നുള്ളത് ആയ കാരണത്താൽ ജുസ് ആയിട്ടുണ്ട് മിമ്മാ ഖബല അതിൻ്റെ ഹത്തൻ്റെ മുമ്പുള്ളതിൽ നിന്ന്. പക്ഷേ അതവിടെ കാണാൻ പറ്റുമല്ല. തഖ്ദീറിലാണ്. മറ്റേ തഹ്ഖീഖ് അതിന് തഖ്ദീറാണ്. കാരണം മാനാഹു അതിൻ്റെ അർത്ഥം എന്താ? അൽഖാ അവൻ ഇട്ടു, മാ ഒന്നിനെ യുസ്കിലുഹു അതിനെ ഭാരമാക്കുന്ന ഒന്നിനെയും വിട്ടു, എന്നിട്ട് അതിൽ നിങ്ങോട്ടാക്കുക. ഏതുവരെ? ഹത്ത നാലഹു നാല് വരെ. അപ്പോൾ മാ തഖ്ദീർ ചെയ്ത് കൊടുത്തു. അൽഖാ മാ യുസ്കിലുഹു അതിനെ ഭാരമാക്കുന്ന ഒന്ന് ഇട്ടു, ഹത്ത നാലഹു അവൻ്റെ ചെരുപ്പ് വരെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നാലഹുവിനൊരു മഹ്ദൂഫായ ഫീലിൻ്റെ മഫൂലായിട്ട് വെക്കട്ടെ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഷാഹിദിനുള്ളത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കാരണം സാദിൻ്റെ ഭക്ഷണമാണല്ലോ, ഭക്ഷണത്തിൻ്റെ ഒരു ജുസ് നാലാക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ തഖ്ദീർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അൽഖാ മാ യുസ്കിലുഹു അതിനെ ഭാരപ്പെടുത്തുന്ന ഒന്ന് ഇട്ടു. ആ ഭാരപ്പെടുത്തുന്ന ഒന്ന് പെട്ടതാണല്ലോ നാല്, അങ്ങനെ വെച്ചതാണ്. ഇനി വറുദ്ദ ബി ഖൗലിഹി മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി തൻ്റെ കൗല് കൊണ്ട് റദ്ദ് ചെയ്യപ്പെട്ടു. ബി ഖൗലിഹി തൻ്റെ കൗല് കൊണ്ട്. വറുദ്ദ ഷരീഹ് പറയാ റദ്ദ് ചെയ്യപ്പെട്ടു ബി ഖൗലിഹി ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി കൗല് കൊണ്ട്. ലാ ലി തർത്തീബിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞത് കൊണ്ട്. ആർക്ക്? റുദ്ദ ബി കൗലിഹി തൻ്റെ കൗല് കൊണ്ട് റദ്ദ് ചെയ്യപ്പെട്ടു. ലാലി തർത്തീബ് എന്ന് പറഞ്ഞത് കൊണ്ട് മാ ഒന്ന്. എങ്ങനത്തെ ഒന്നാണ് അത്? സഅമ ബഅദുഹും അവരിൽ ചിലർ അത് വാദിച്ചിട്ടുണ്ട്. മിൻ അന്ന ഹത്ത എന്നുള്ളത് യുതുഫീദു തർത്തീബിനെ ഫായിദ ചെയ്യിപ്പിക്കും. കസുമ്മ പോലെ വൽ ഫാ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെയുള്ള ആ വാദത്തിലെ ആ വാദത്തിനെ റദ്ദ് ചെയ്യപ്പെട്ടു. അതാണ് പറഞ്ഞത്. വറുദ്ദബി കൗലിഹി, തൻ്റെ കൗല് കൊണ്ട് റദ്ദ് ചെയ്യപ്പെട്ടു. ലാലി തർത്തീബല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാസാമ ബാദുഹും, അവരിൽ ചിലർ വാദിച്ച ഒന്ന് റദ്ദ് ചെയ്യപ്പെട്ടു. അതെന്താ? മിൻ അന്ന ഹത്ത തുഫീദു തർത്തീബ്, ഹത്ത തർത്തീബിനെ ഫായിദ ചെയ്യിപ്പിക്കും. കസുമ്മ പോലെ വൽഫാഗ് പോലെ. വലൈസ കദാലിക്, കാര്യം അപ്രകാരമല്ല. വ ഇന്നമ മറിച്ച് ഹിയ ലി മുത്തലക്കിൽ ജമ്മിന് വേണ്ടിയാണ്. അതാണ് പറഞ്ഞത് മഅൽ ജം, മുത്തലക്കുൽ ജം, കൂട്ടുക എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പോൾ മേലെ പറഞ്ഞല്ലോ തുടക്കത്തിൽ ലി ഗായത്തി വത്തദ്രീജി മഅൽ ജംഇ, ജമ്മോട് കൂടെ എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. ലി മുത്തലക്കിൽ ജമ്മിന് വേണ്ടിയാണ്, തർത്തീബില്ല. അപ്പോൾ അക്കൽത്തുസമൊക്കെ താത്താറ് പറഞ്ഞാൽ അതിനങ്ങോട്ട് കൂട്ടി, അപ്പോൾ തർത്തീബില്ല എന്നർത്ഥം. വൈനമാഹിയൽ മുത്തലക്കിൽ ജമ്മിന് വേണ്ടിയാണ്, കൽ വാവ് പോലെ തന്നെ എന്നാണ് പറയുന്നത്. ബിദലീൽ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല് കൊണ്ട് കുല്ലു ഷൈഇൻ ബി ഖദാഇൻ വ ഖദർ, എല്ലാ കാര്യങ്ങളും ഖദാ കൊണ്ടും ഖദർ കൊണ്ടുമാണ്. ഹത്തൽ അജ്സു വൽ കൈസു, അജ്സും കൈസും വരെ. അജ്സ് പറഞ്ഞാൽ ശറഹുകളിൽ വ്യത്യസ്തർക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ അജ്സ് പറഞ്ഞാൽ? നമ്മുടെ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ കൊടുത്ത് കാണാം പല. എന്താ അജ്സ് പറഞ്ഞാൽ അതിൻ്റെ സാഹിറായ അടിസ്ഥാനത്തിൽ അദമുൽ ഖുദ്റ, ഖുദ്റത്തില്ല, അദമുൽ ഖുദ്റ എന്നർത്ഥം. അതല്ല വക്കീല ഹുവ തർക്കു മാ യജിബു ഫീലുഹു, ചെയ്യൽ നിർബന്ധമായ ഒന്ന് ഉപേക്ഷിക്കുക എന്താണ്. അല്ലെങ്കിൽ വത്തസ്വീഫു ബിഹി വതഖീറുഹു അൻ വഖ്തിഹി, അതിൻ്റെ വക്തിനെ തൊട്ട് പിന്തിപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വയുഹ്തമലുൽ അജ്സു അനി തആത്ത്, തആത്തുകളെ തൊട്ട് അജ്സാവുക, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ എതിര്, ബിദ്ദുൽ അജ്സിൻ്റെ എതിര്, അൻ നഷാത്ത് എന്നർത്ഥം. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അവിടെ കസറുകൊണ്ടും റിവായത്തുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഹത്തൽ അജ്സു വൽ കൈസു. അപ്പോൾ ഇവിടെ എന്താണ്? വലാ തർത്തീബ ഫിൽ ഖദാഇ വൽ ഖദർ, ഖദാ ഖദറിൽ എന്തില്ല? തർത്തീബില്ല. വ ഇന്നമ തർത്തീബ്, മറിച്ച് തർത്തീബ് എന്നുള്ളത് ഫി ദുഹൂരിൽ മഖ്ദിയാത്ത്, ഖദാ ആക്കപ്പെട്ടത് പ്രകടമാകുന്നതിലാണ്. ഖദാ ആക്കപ്പെട്ടത് പ്രകടമാകുന്നതിലാണ് തർത്തീബ്, അല്ല ഖദാ ഖദറിനിടയിലല്ല എന്നാണ് അവിടെ ശാരിഹ് കൊടുക്കുന്നത്. മറിച്ചാൽ ഖദാ ആക്കപ്പെട്ടത് പ്രകടമാകുന്നതിലാണ് എന്നർത്ഥം. അപ്പോൾ അതാണ് ഹത്തനെ കുറിച്ച് ചുരുക്കം. ഹത്ത ഗായത്ത് തദ്രീജിന് വേണ്ടിയാണ്, ജമ്മോട് കൂടെ, മുത്തലക്കുൽ ജമ്മ നമ്മൾ പറഞ്ഞു. തർത്തീബ് ഇല്ലാതാണ് ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ബാദു. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.